നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അടിക്കടി അടിക്ക്, മണി അടിക്കുന്നതോടെ നീ ചാകും. മണിയടിക്കണം, മണിയടിക്കണം, മണിയടിക്കണം. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റോ? തത്ത സംസാരിക്കുന്നോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. പറയൂ താത്തേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ദേ അവിടെ പോയി ആ വയറെടുത്ത് മാറ്റാൻ പറ്റോ? ഞാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. നിനക്കതിന് പറ്റോ? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റോ? ഇല്ലെങ്കിൽ ആ പാവം പാറ ഷോക്കേറ്റ് മരിക്കും. പെട്ടെന്ന് അതൊന്ന് എടുത്തു മാറ്റണം. മാറ്റാം, ഇപ്പൊ തന്നെ എടുത്ത് മാറ്റാം. അയ്യോ, പാർവതി, മണി 2 പ്രാവശ്യം ശബ്ദിച്ചല്ലോ. അപ്പോ പാർവതി മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കുമല്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടെ മണി ശബ്ദിച്ചാ മതിയല്ലോ. പൗർണമി ദേവി, എന്റെ വിശാൽ സാറിന് ആപത്തൊന്നും വരില്ലെന്നാണല്ലോ ഇതിനർത്ഥം. ഒരു പ്രാവശ്യം കൂടി മണി മുഴങ്ങണേ. ആന്റി, 2 പ്രാവശ്യം മണിയടിച്ചിട്ടും ഈ പാർവതിക്ക് ഷോക്ക് ഏറ്റില്ലല്ലോ. എന്ത് പറ്റി? മണി 3 പ്രാവശ്യം ശബ്ദിച്ച സ്ഥിതിക്ക് പാർവതിയുടെ ആഗ്രഹം സഫലമാവും. അത് സഫലമാകണം, സഫലമായേ തീരും. ഏയ്, അത് കണക്കിലെടുക്കാനൊന്നും പറ്റത്തില്ല. 3ാമത്തെ പ്രാവശ്യം മണി മുഴങ്ങിയത് തത്ത തട്ടിവിട്ടതുകൊണ്ടല്ലേ? അപ്പൊ പാർവതിയുടെ നേർച്ചയ്ക്ക് ഫലം ഉണ്ടാവില്ല അല്ലേ? ഇല്ലെന്നേ. എന്റെ പ്രാർത്ഥന ഇനി സഫലമാവില്ലേ വിശാൽ സാർ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ മണി 3 പ്രാവശ്യം ശബ്ദിക്കണമെന്നേ ഉള്ളൂ. ആ തിരുമേനി അങ്ങനെയല്ലേ പറഞ്ഞത്? അതിപ്പോ എങ്ങനെ വേണമെങ്കിലും ആവാം. തത്ത തട്ടിവിട്ടിട്ടായാലും മണി മുഴങ്ങിയത് പൗർണമി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും പാർവതിയുടെ നേർച്ച ഫലിക്കുക തന്നെ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.